മൊഞ്ചന്മാരെയും മൊഞ്ചത്തിമാരെയും മൊഞ്ചിലും മൊഞ്ചുള്ള മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരുമായിട്ട് മലപ്പുറത്ത് നിന്നും വയനാട്ടിലേക്ക് ഒരു യാത്ര ഇട്ട് എന്തൊരു മൊഞ്ചുള്ള യാത്ര നോക്കി. അത് ഓമശ്ശേരിയിലേക്ക് പോയപ്പോൾ ഓമശ്ശേരിയിലുള്ള മൊഞ്ചുള്ള മൊഞ്ചന്മാർ അവർക്കൊരു സ്വീകരണം കൊടുത്തിട്ട് വേറെ ലെവലാനിട്ട ഈ യാത്ര. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ വയനാട്ടിലേക്ക് ഞാനും പോകുമായിരുന്നു കേട്ടോ. കാരണം വയോജനങ്ങളുടെ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇതൊന്നും വയോജനങ്ങളല്ല കേട്ടോ, ഇവരൊക്കെ ഇപ്പോഴും 17-17 ഉള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യാത്ര ഞങ്ങളുടെ ഓമശ്ശേരിക്കാരുടെ ഖത്തറിലെ സംഘടനയായ ഒബാക്ക് നടത്തിയിരുന്നു. അതിൽ പോകാൻ കഴിഞ്ഞിരുന്നു. അത്രയും സന്തോഷമുള്ള യാത്രയാണ് കേട്ടോ. അവരുടെ കൂടെ ഒരുപാട് ടൈം ചിലവഴിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ളതാണ്. ഇതുപോലെ എല്ലാ നാട്ടിലും ആൾക്കാർ ഇതുപോലെയുള്ള ആൾക്കാരെ യാത്രകൾ കൊണ്ടുപോകും കേട്ടോ. എന്തൊരു സന്തോഷം എന്നറിയോ. പോവാണ് എല്ലാരും കാണാം, വേസന്മാരൊക്കെ കാണാം. കുറെ 60 വയസ്സിന്റെ മേപ്പെട്ടുള്ള ഒരാളോ വയനാട് പോയിട്ടുണ്ട്, പക്ഷെ ടൂർ പോയിട്ടില്ല. ഇവനിങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോ ഒരു രസമല്ലേ. എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 60-ാം വയസ്സിൽ ഇങ്ങനത്തെ ഒരു കൂട്ടയാത്ര ചെയ്ത് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമായി. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി നമ്മളോടൊപ്പം ചേരുന്നു. കോട്ടക്കുന്നിൽ നിന്ന് ആരംഭിച്ച് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം, കാരാപ്പുഴ ഡാം എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു വിനോദയാത്രയാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവ് നഗരസഭയാണ്. ഭക്ഷണം, ഇവർ യാത്രാ ചെലവുകൾ, എൻട്രി ഫീസുകൾ മാത്രമല്ല നഗരസഭയുടെ അത്യാവശ്യം 500 രൂപയോളം വരുന്ന ഒരു സ്നേഹോപഹാരം ഉൾപ്പെടെ നഗരസഭ നൽകുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ പലപ്പോഴും അവരൊരു സമയം കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും വീടിന്റെ അകത്തേക്ക് ഉൾവലിയുകയാണ്. 3100-ഓളം വയോജകർ, 80 ബസ്സുകൾ, 5 ആംബുലൻസുകൾ. മലപ്പുറം നഗരസഭ വേറൊരു ചരിത്രം കൂടി കുറിക്കുകയാണ്. ഇവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. വയനാടിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പലരും വയനാട്ടിലൊക്കെ നേരത്തെ പല ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ ഭാഗമായി ഇത്ര സന്തോഷത്തോടെ ഇവരാരും ഇങ്ങനെ ഒരു ടൂറിൽ നേരത്തെ പോയിട്ടില്ല. ഇതുപോലെയുള്ള യാത്രകളിൽ പോയാൽ നമ്മളുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ നാട്ടിൽ നിന്ന് പോയ യാത്രകളുടെ വീഡിയോ സൈഡിൽ ഒബാക്ക് നടത്തിയ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാർ നമ്മളോട് പല കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളും പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര മലപ്പുറത്തെ മൊഞ്ചുള്ള മൊഞ്ചന്മാർ കൊണ്ടുപോയിട്ടോ മക്കളെ വേറെ ലെവലായിട്ടോ. 3200 ആൾക്കാരുമായിട്ടാണ് ഈ ഒരു യാത്ര പൊളിച്ചു എല്ലാവരും കയറിയതോളും ലൈക്കുകളും കമൻ്റ് അടിച്ചോളും. എല്ലാവരോടും സ്നേഹം മാത്രം.